എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോ ടീം അവരാണെങ്കിൽ ഇപ്പൊ കടൽക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർക്ക് പോകാനുള്ള ഒരു കപ്പല് അത് അവിടെ മുഴുവനായിട്ടും തകർന്ന് കിടക്കുകയാണ്. സാറുടെക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇനി നമ്മൾ എങ്ങനെ മിസ്റ്റ് വില്ലേജിലേക്ക് പോവും? ഇവിടെയുള്ള ബാക്കി ബോട്ടുകൾ അതിൽ മാത്രമേ നമുക്ക് പോകാനായിട്ട് കഴിയൂ. അവിടെ എത്തിയാലും ബൊറൂട്ടോ നിന്നെ കൊണ്ട് ആ ഒരു വാർ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ? അതിന് ബൊറൂട്ടോ ആണെങ്കിൽ അല്പനേരം ആലോചിക്കും. എൻ്റെ ജീവൻ കൊടുത്തും എനിക്ക് ഈ ഒരു വാർ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. അതല്ല എങ്കിൽ കാലങ്ങളോളം അതങ്ങനെ നീണ്ടു പോകും. ഇക്കടെ എങ്ങനെയെങ്കിലും എനിക്ക് പഴയതുപോലെ ആക്കി തീർക്കണം. അവൻ ഒരിക്കലും തെറ്റായ കൈകളിൽ ചെന്ന് പെടാനായിട്ട് പാടില്ല. ഓൾറെഡി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള കാഗുറ എനിക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ എപ്പിച്ചുകയും ഇനി നമ്മുടെ ഭാഗത്തു നിന്നും അവരുടെ ഭാഗത്തു നിന്നും ആർക്കും ജീവൻ നഷ്ടമാവാൻ പാടില്ല. അതിന് നമ്മൾ എന്ത് റിസ്ക്കും എടുക്കണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവിടെയുള്ള ബോട്ടുകളുടെ ഓണറിന്റെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ സാറുടെ ആണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഹിഡൻ മിസ്റ്റ് വില്ലേജിലേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കിപ്പോൾ അവിടേക്ക് പോകാൻ യാതൊരു മാർഗവും ഇല്ല. അതിന് അവരാണെങ്കിൽ ഷോക്കാവും. അയ്യോ ഇല്ല, അവിടെ വലിയ യുദ്ധം നടക്കുകയാണ്. അവിടേക്ക് ഒരിക്കലും ഞങ്ങൾ പോവില്ല. നിങ്ങളും അവിടേക്ക് പോയാൽ നിങ്ങളുടെ ജീവനും ആപത്തിലാകുമെന്ന് പറയും. സാറുടെ നിർത്താതെ അവരോട് ബെഗ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ദൂരത്തു നിന്നായിട്ട് ബൊറൂട്ടോയെ ആരോ വിളിക്കുന്നതായിട്ട് തോന്നുകയാണ്. അത് മറ്റാരുമല്ല, ആ ഒരു അപ്പാപ്പൻ. ആളാണെങ്കിൽ ആളുടെ ബോട്ടുമായിട്ട് അവിടേക്ക് എത്തുകയാണ്. നമ്മുടെ ആൾക്കാർ ഹാപ്പി ആയിട്ട് ആ ബോട്ടിന്റെ അരികിലേക്ക് വരും. നിങ്ങൾക്ക് പോവേണ്ടത് ഇടൻ മിസ്റ്റ് വില്ലേജിലേക്കല്ലേ? തീർച്ചയായിട്ടും വില കൊടുത്തും നിങ്ങളെ ഞാൻ അവിടെ എത്തിക്കുമെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്കും ഭയങ്കര സന്തോഷം. അവരെല്ലാവരും ബോട്ടിലേക്ക് കയറും. അപ്പാപ്പനാണെങ്കിൽ ബോട്ട് നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് കുതിപ്പിച്ച് കൊണ്ടുപോവാണ്. അപ്പാപ്പൻ ബൊറൂട്ടോട് ചോദിക്കും, നിന്നെ കൊണ്ട് ഈ ഒരു വാർ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയോ? ബൊറൂട്ടോ ആണെങ്കിൽ അല്പസമയം സൈലന്റ് ആയിട്ട് നിൽക്കും. തീർച്ചയായിട്ടും ഞാൻ എന്ത് വില കൊടുത്തും ഇത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അവരത് പറയുന്ന അതേ സമയം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പാപ്പനാണെങ്കിൽ ബൊറൂട്ടോട് പറയും, ഞങ്ങൾ എല്ലാവരും മുക്കുവരാണ്. മീൻ പിടിക്കാനായിട്ട് ഞങ്ങൾ കടലിൽ ഇറങ്ങുമ്പോൾ ഹിഡൻ മിസ്റ്റ് വില്ലേജും ആ വില്ലന്മാരും അവരെല്ലാവരും ഞങ്ങൾക്ക് പ്രതിബന്ധമായിട്ട് വരാറുണ്ട്. സോ ഞങ്ങളുടെ മുൻപിൽ ഞങ്ങൾക്കെതിരെ ആര് പ്രതിബന്ധമായിട്ട് വന്നാലും അവർ ഞങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ കാര്യം നീ ആ രണ്ട് കൂട്ടരെ അറിയിക്കണം. അതിന് ബൊറൂട്ടോയും ഇപ്പോൾ ഓക്കെ പറയും. ആണെങ്കിൽ ഭയങ്കര മഴ, അതുപോലെ തന്നെ ശക്തിയിൽ ഇടിയും മിന്നലും അവിടെ ആഞ്ഞടിക്കുകയാണ്. നമ്മുടെ ആൾക്കാരുടെ പേടി ഇരട്ടിയാവും. അപ്പാപ്പനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഇത് ഞാൻ ഈസി ആയിട്ട് മാനേജ് ചെയ്യും. നിങ്ങളെ സേഫായി ഞാൻ അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞ് എല്ലാ തിരകളിലൂടെയും ആളങ്ങനെ സ്മാർട്ടായിട്ട് സ്റ്റൈലായിട്ട് കപ്പൽ മുൻപോട്ടേക്ക് ഓടിച്ചു കൊണ്ടുപോകും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ഇക്കടാൻ ടീമിനെ കാണിക്കുകയാണ്. അവരും കടലിലൂടെ കപ്പലുമായിട്ട് കടന്നു വരികയാണ്. അവരുടെ മുൻപിലേക്കും വലിയ തിരകളൊക്കെ ആഞ്ഞടിക്കുകയാണ്. ആ കപ്പൽ ഡ്രൈവ് ചെയ്യുന്ന അവന്റെ സോൾജിയർ അവനാണെങ്കിൽ വലിയൊരു തിര കണ്ട് പേടിച്ച് കപ്പൽ ടേൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന് ഇക്കടയാണെങ്കിൽ അവനെ മാറ്റി നിർത്തി കപ്പൽ ടേൺ ചെയ്യിപ്പിക്കാതെ അങ്ങനെ സ്ട്രെയിറ്റ് കൊണ്ടുവന്ന് ആ അലയിലൂടെ കപ്പൽ മുകളിലേക്ക് കൊണ്ടുവന്ന് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഒരു വില്ലനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ഷോക്ക്. സത്യത്തിൽ ഇവനൊരു ഇംപ്രസീവ് പീസ് തന്നെയാണ്. നമ്മുടെ ക്ലാനിനെ ഇതിനെ മുൻപോട്ടേക്ക് നയിക്കാൻ ഇക്കടയാണ് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ആളെന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ ഇക്കടയ്ക്ക് അവൻ്റെ അച്ഛനും ബ്രദറും സിസ്റ്ററും എല്ലാവരും ചേർന്ന് ട്രെയിനിങ് കൊടുക്കുകയാണ്. പക്ഷെ ഇക്കടയ്ക്കാണെങ്കിൽ ഒരു കാര്യം പോലും ചെയ്യാനായിട്ട് കഴിയില്ല. അതിനവൻ്റെ പപ്പ അവരെ പിടിച്ചു വലിച്ച് പുറഞ്ച് അടിക്കും. അതേ ഇക്കടയാണ് ഇപ്പൊ പവർഫുള്ളായി ആളുടെ മുൻപിൽ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം ആ ഫാദർ വില്ലനാണെങ്കിൽ മറ്റൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ആ ഫ്ലാഷ് ബാക്കിൽ ഇപ്പോൾ ആ ബ്രദർ വില്ലന്റെ അസിസ്റ്റന്റ് ആ ഫാദർ വില്ലന്റെ അടുത്തേക്ക് വന്ന് പറയും, ബ്രദർ വില്ലൻ അവൻ വില്ലേജിലേക്ക് പോയി മിസുകാഗയോട് നെഗോസിയേഷനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിന് ആ ഫാദർ വില്ലൻ അനുമതി കൊടുത്ത് അവിടുന്ന് കടന്നു വരും. പിന്നീട് ആരും അറിയാതെ രഹസ്യമായി ആ ബ്രദർ വില്ലന്റെ വെപ്പൻ അതിന്റെ കൺട്രോള് അത് ആ ഫാദർ വില്ലൻ ഏറ്റെടുക്കുകയാണ്. ആ കൺട്രോൾ ഉപയോഗിച്ചാണ് അവൻ തന്റെ മകനെ കൊന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മിസുകാഗെ ആ ടീമിനെ കാണിക്കും. അവരും യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അവർക്ക് ആ വില്ലൻ ടീം അവരേകദേശം അവരുടെ ബൗണ്ടറി ക്രോസ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടും. അതേസമയം ബൊറൂട്ടോ ആ ടീമാണെങ്കിൽ ഇപ്പോ മിസ്റ്റ് വില്ലേജിന്റെ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. സെക്യൂരിറ്റീസ് ആണെങ്കിൽ അവരാരാണെന്ന് ചോദിക്കും. അതിന് ബൊറൂട്ടോ ആ ഒരു മിസുകാഗയുടെ സ്ക്വാഡ് അത് ഉയർത്തിപ്പിടിച്ചു പറയും, ഞാൻ കാഗുറയുടെ ഫ്രണ്ടാണ്, എൻ്റെ പേര് ബൊറൂട്ടോ, ഞങ്ങൾ ലീഫ് വില്ലേജിൽ നിന്ന് വരുന്നവരാണ്. അത് കേട്ട് അവർ അനുമതി കൊടുത്ത് മിസുകാഗയുടെ അടുത്തേക്ക് കടത്തി വിടുകയാണ്. മിസുകാഗയാണെങ്കിൽ ബൊറൂട്ടോയെ കണ്ടു പറയും, എനിക്കറിയാം നിങ്ങൾ ലീഫ് വില്ലേജിലെ ഷിനോബികളാണെന്ന്. കാഗുറ കൊല്ലപ്പെട്ടതിന് റിവെഞ്ച് എടുക്കാനായിരിക്കുമല്ലേ നിങ്ങളും ഇവിടേക്ക് വന്നത്. പക്ഷേ ഐ എം സോറി, നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ യുദ്ധമാണ്. തൽക്കാലം നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ തല ഉയർത്തി പറയും, ഒരിക്കലുമല്ല, ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഈ ഒരു വാർ സ്റ്റോപ്പ് ചെയ്യാൻ പറയാനാണ്.
കാഗുറ ആഗ്രഹിച്ചത് അവന്റെ ഗ്രാമം അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാനാണ്. ഇനിയും നിരപരാധികൾ ഇവിടെ കൊല്ലപ്പെടാനായിട്ട് പാടില്ല. അതിന് മിസുകാക പറയും, ഓൾറെഡി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. വില്ലന്മാരുടെ യുദ്ധക്കപ്പല് അത് അതിർത്തി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്കൊന്നും ചെയ്യാനാവില്ല. ബൊറൂട്ടോ ആണെങ്കിൽ തീർത്തു പറയും, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിയും. നമ്മുടെ ഗ്രാമത്തിലും ഇതുപോലുള്ള ധാരാളം പ്രശ്നങ്ങൾ അത് നടക്കുന്നതാണ്. അവരെങ്ങനെയെങ്കിലും ഞങ്ങൾ കൺവിൻസ് ചെയ്യാം. ഇത് കേട്ട് മിസുകാഗി ആണെങ്കിൽ ചിരിക്കും. ഓൾറെഡി ആ മെയിൻ വില്ലന്റെ എൽഡർ സൺ അവൻ ഇവിടേക്ക് വന്നതാണ്. അവൻ നെഗോസിയേഷന് വേണ്ടിയാണ് ഞങ്ങളെ സമീപിച്ചത്. പക്ഷേ അവന്റെ വെപ്പന്റെ കൺട്രോൾ എടുത്ത് അവന്റെ പപ്പ തന്നെ അവനെ കൊന്നുകളഞ്ഞു. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടുകയാണ്. ഇനി ഒരു കാരണവശാലും അവരുമായിട്ട് നെഗോസിയേഷൻ സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സ്വന്തം മകന് പോലും വില കൊടുക്കാത്തവരാണ്. സോ അവരുടെ ആക്ഷൻ അത് വളരെ വിയേഡും തരം താഴ്ന്നതുമാണ്. നമുക്കവരെ നശിപ്പിക്കുക അല്ലാതെ വേറെ വഴിയില്ല. ബൊറൂട്ടോ ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, എനിക്ക് ഒരേ ഒരു ചാൻസ് മാത്രം തരണം. ഇക്കടെ അവൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ തകർന്നു പോയ കപ്പല് അത് റെഡിയാക്കി തന്നത് ഇക്കടെയാണ്. അവനോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവനൊരു നല്ല ആളാണെന്ന്. മാത്രമല്ല കടലിൽ വീണുപോയ എൻ്റെ ലൈഫ് അത് സേവ് ചെയ്തത് ഇക്കടെയാണ്. ഏതൊക്കെയോ ചില ബാഡ് സിറ്റുവേഷനിലാണ് ഇക്കട അവന്റെ പപ്പയുടെ കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എനിക്ക് അവനോട് സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരെ കൺവിൻസ് ചെയ്ത് ഈ ഒരു യുദ്ധം അത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. കാഗുറ അവൻ പ്രിസണേഴ്സിൽ അവസാനം വരെ വിശ്വാസം അർപ്പിച്ചു. അതുപോലെ തന്നെ ഇക്കടയിൽ എനിക്കും വിശ്വാസമുണ്ട്. നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കണം. തീർച്ചയായിട്ടും ഈ വാർ ഒഴിവാക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റും. വഴിയില്ലാതെ മിസുകാകയാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് ഒരു ചാൻസ് കൊടുക്കും. ഒരേ ഒരു ചാൻസ് അത് ഞാൻ നിനക്ക് തരാം. അതിനുള്ളിൽ നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിനക്ക് ചെയ്യാം. നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും സോൾജിയേഴ്സിനെയും ഞാൻ വിട്ടുതരാം. ബൊറൂട്ടോ ആണെങ്കിൽ അവന് സോൾജിയേഴ്സിന് ആവശ്യമില്ല എന്ന് പറയും. അതിന് മിസുകാക അവന് നേരെ തിരിഞ്ഞ്, എനിക്ക് നിന്നിൽ വലിയ വിശ്വാസമുണ്ട്. പക്ഷെ നീ ചെയ്യാൻ പോകുന്ന ഈ കാര്യം അത് സക്സസ് ആവുമെന്ന് യാതൊരു വിശ്വാസവും ഇല്ല. ഈ ഒരു ചാൻസിൽ നിനക്കത് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്തതായിട്ട് ഞാനായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഒരു കാരണവശാലും ആർക്കും തരത്തിലുള്ള ചാൻസ് ഞാൻ തരില്ല എന്ന് ആളങ്ങനെ അടിച്ചു പറയും. കട്ട് ചെയ്താ ഇക്കടയുടെ ആ കപ്പല് കാണിക്കും. അതാണെങ്കിൽ വലിയൊരു തിരയെ പോലും രണ്ടായിട്ട് പിളർന്ന് മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. അതേസമയം ഇവിടെ ഇവാബയും ഡെങ്കിയും ചേർന്ന് അവരെ കൊണ്ട് പറ്റും പോലെ ആ പ്രിസണേഴ്സിനെ പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. അതിന് ആ പ്രിസണേഴ്സ് ആണെങ്കിൽ അവരെ തട്ടിത്തെറിപ്പിച്ച് അവിടുന്ന് കടന്നു പോവാണ്. മെറ്റല്ലി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, യു ഗായ്സ് ആർ അൺബിലീവബിൾ. ഇപ്പൊ നമ്മൾ പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ട സമയമല്ല. നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ഒരു വലിയ പ്രശ്നം അത് ഫേസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട സമയമാണ്. കാഗുറയും ബൊറൂട്ടോയും അവരെപ്പോഴും ഒന്നായിരുന്നു. ഈ ഗ്രാമത്തിന്റെ സമാധാനം മാത്രമാണ് അവർ ആഗ്രഹിച്ചത്. അവർ നമുക്ക് കാണിച്ചു തന്ന മാതൃക അത് നമ്മളും ഫോളോ ചെയ്യണമെന്ന് പറയും. കട്ട് ചെയ്ത ബൊറൂട്ടോ ടീമിനെ കാണിക്കുകയാണ്. അവർക്കാണെങ്കിൽ മിസുകാക ട്രാവൽ ചെയ്യാനായിട്ട് ഒരു ബോട്ടൊക്കെ കൊടുത്തു. നമ്മുടെ ആൾക്കാർ ആ ബോട്ടുമായിട്ട് അങ്ങനെ ഇക്കടാൻ ടീമിന് നേരെ പോവുകയാണ്. മെയ്റ്റ്സ് ആളുടെ അസിസ്റ്റന്റിനോട് പറയും, എനിക്ക് ഈ ബൊറൂട്ടോയിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. കാഗുറയെ മാറ്റിയെടുത്തത് ഈ ബൊറൂട്ടോ ആണ്. സോ ഉറപ്പായാലും അവനെ കൊണ്ട് ചില അത്ഭുതങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ നല്ല സ്പീഡിൽ ബോട്ട് ഓടിച്ച് മുൻപോട്ട് പോകും. മെയ്റ്റ്സിയൊക്കെ ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ബൊറൂട്ടോ പഴയതുപോലെ അല്ല ആ ഇക്കട. അവനിപ്പോൾ ഒരുപാട് ചേഞ്ച് ആയിരിക്കുകയാണ്. നിന്നെക്കൊണ്ട് ശരിക്കും അവനെ കൺവിൻസ് ചെയ്ത് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് കഴിയോ? അതിന് ബൊറൂട്ടോ പറയും, എനിക്കതിന് സാധിക്കും. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് എന്നെ വിശ്വസിച്ച് നിന്നാൽ മാത്രം മതി. അതിന് സാറുടെയും മെയ്റ്റ്സുകയും ഓക്കെ പറയും. കട്ട് ചെയ്താ ഇവിടെ ആ ഫാദർ വില്ലൻ അവനാണെങ്കിൽ അവൻ്റെ ടീംമേറ്റ്സിനെ മുഴുവൻ കടലിൻ്റെ ഒരു ഭാഗത്തേക്ക് നിരത്തിയിരിക്കുകയാണ്. ഫാദർ വില്ലനാണെങ്കിൽ വിളിച്ചു പറയും, ഇതാണ് നമ്മുടെ സമയം. ഇത്രയും കാലവും നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി. നമ്മുടെ ഈ ഒരു പടയുടെ നേതാവ് അല്ലെങ്കിൽ ക്ലാൻ്റെ നേതാവ് അത് ഇക്കടെയാണ്. ഇത്തവണ തീർച്ചയായിട്ടും നമ്മൾ ഈ യുദ്ധത്തിൽ ജയിക്കും. മിസ്റ്റ് വില്ലേജ് നമ്മൾ പിടിച്ചടക്കും. മരിച്ചുപോയ നമ്മുടെ ആൾക്കാരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കും. അതേസമയം ഇവിടെ മിസുകാക ആളും ആളുടെ സൈന്യമായിട്ട് യുദ്ധം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്ത ബൊറൂട്ടോ ഒരുപാട് പ്രതീക്ഷയോട് കൂടെ ആ ബോട്ടിൽ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.